വെച്ച് അവനെ അടിച്ചു വീഴ്ത്തുന്നു. അവൻ എന്തൊരു മണ്ടനാണ്, ആക്രമിക്കുവാനായി നേർക്ക് നേരെ വരുന്നു. എന്നാൽ തന്റെ തലയെ ലക്ഷ്യമായി വന്ന കോടാലി കണ്ടപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. ടാൻജിറോ രണ്ടാമത് കല്ലെറിഞ്ഞതിന് ശേഷം അതിന്റെ ഒപ്പം തന്നെ അവന്റെ കോടാലിയും എറിഞ്ഞിരുന്നു. എന്നിട്ട് കൈകൾ പുറകോട്ട് പിടിച്ച് കയ്യിൽ കോടാലിയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് നേരെ ഓടി വരികയായിരുന്നു. ഒരു പക്ഷേ അവൻ വീണാൽ തന്നെ എന്നെ ആക്രമിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. കാരണം അവനറിയാം അവൻ എന്നെ തോൽപ്പിക്കാനാവില്ല എന്ന്. പെട്ടെന്ന് നെസുക്കോ അയാളെ തള്ളിയിട്ടിട്ട് വീണ് കിടക്കുന്ന ടാൻജിറോയുടെ നേരെ ചെല്ലുന്നു. അയാൾ വിചാരിച്ചു അവൾ ടാൻജിറോനെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന്. എന്നാൽ നെസുക്കോ ഓടിച്ചെന്ന് ടാൻജിറോനെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അത് കണ്ട് ആ ഡീമൺ സ്ലെയർ അവനെ അതിശയിച്ചു പോയി. കാരണം കുറച്ച് നാൾക്ക് മുമ്പ് ഇവൻ പറഞ്ഞതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഈ ഡീമൺസ് അവർക്ക് വിശന്നു കഴിഞ്ഞാൽ സ്വന്തം കുടുംബമാണോ എന്ന് പോലും നോക്കാതെ അവർ ഭക്ഷിക്കും. കാരണം വിശന്നാൽ മനുഷ്യരാണ് അവരുടെ ഏറ്റവും നല്ല ഭക്ഷണം. എന്നാൽ നെസുക്കോ അങ്ങനെയുള്ള ഒരു സാധാരണ ഡീമൺ അല്ല എന്ന് അവന് മനസ്സിലായി. ഇവൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്, ഒരുപാട് പരിക്കുമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് മനുഷ്യരെ കഴിക്കണമെന്നുള്ള ഒരു ത്വര വന്നിരിക്കണം. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും അവനെ ഭക്ഷിക്കാതെ എന്നിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ ഇവരിൽ എന്തെങ്കിലും വ്യത്യസ്തമായി ഉണ്ടായിരിക്കാം. ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.